പ്രേംകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് പ്രേംകുമാർ. ഗുഡ് മോർണിംഗ്. ചേട്ടാ ഗുഡ് മോർണിംഗ്. ഇത് എവിടെയാ ഇത്? നമ്മുടെ റിപ്പോർട്ടർ വീട്ടിന്റെ വരാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരം ആയി കേട്ടോ. അവിടെ ഉണ്ടോ? രാവിലെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ രാവിലെ അവിടെ ഇല്ല. ഞാൻ ഒരു ഉച്ച കഴിയുമ്പോഴൊക്കെ ചിലപ്പോ വരും. അത്രേ ഉള്ളൂ. ഒരു ഹെഡ്ലൈൻ വായിക്കട്ടോ. പ്രേംകുമാർ മുൻ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷൻ മുങ്ങിക്കളഞ്ഞു എന്ന്. അങ്ങനെയൊന്നും വേണ്ട. ഞാനിവിടെ മുങ്ങുന്നാളല്ലോ. ഈ ചർച്ച കാര്യമായി നടക്കുന്നുണ്ടോ? എന്താണ് ഈ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ താങ്കളുടെ ഒരു നിലപാട്? അല്ല, എനിക്കൊരു വലിയ ഒരു മുറിവേറ്റ മനസ്സെനിക്കുണ്ട്. വേറൊന്നുമല്ല. അക്കാദമിയുടെ ഒരു പ്രവർത്തനം, ചിത്ര അക്കാദമിയുടെ പ്രവർത്തനം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതിന്റെ ഒപ്പം നിന്ന് വളരെ സജീവമായി ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. ആ പ്രവർത്തനത്തിൽ എന്തെങ്കിലും മോശം അഭിപ്രായമോ എന്തെങ്കിലും വീഴ്ച ഉണ്ടതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല. നമ്മുടെ സാംസ്കാരിക മന്ത്രി പോലും വളരെയേറെ പ്രശംസിച്ചു. പ്രേംകുമാറിന്റെ പ്രവർത്തനം ഏറ്റവും മികച്ചതായിരുന്നു എന്ന് പറഞ്ഞു. പൊതുസമൂഹവും സിനിമാ മേഖലയും മാധ്യമങ്ങളും എല്ലാം. അപ്പൊ ഒരു വൈസ് ചെയർമാനായിട്ട് ഏതാണ്ട് 2.5 വർഷത്തിലധികം പ്രവർത്തിച്ചു. ആദ്യം ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പിന്നെ ചെയർമാനായിരുന്ന പ്രിയപ്പെട്ട രഞ്ജിത്ത് മാറിയ സാഹചര്യത്തിലാണ്, ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ചെയർമാന്റെ ചുമതല നൽകിയത്. അത് ഏതാണ്ട് ഒരു വർഷത്തിലധികമേ ആയിട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്വാഭാവിക നീതി ആയിട്ടാണെങ്കിൽ നമ്മൾ ഈ വൈസ് ചെയർമാന്റെ കാലാവധി കഴിഞ്ഞപ്പോൾ തന്നെ വേണമെങ്കിൽ കാലാവധി പൂർത്തിയായി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അറിയിപ്പ് തന്നെ നമ്മൾ അവിടെ നിന്ന് മാറ്റാമായിരുന്നു. പക്ഷെ പിന്നീട് വീണ്ടും അവിടെ അത് ഒരു ചെയർമാൻ ചുമതല തന്നു. അത് വളരെ നന്നായി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആ പ്രവർത്തനങ്ങൾ IFFK ഉൾപ്പെടെയുള്ള സംസ്ഥാന. പ്രേംകുമാർ, എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, ഞാൻ താങ്കളുടെ ഈ മാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു. അതായത് താങ്കളെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ആരും താങ്കളോട് പറഞ്ഞതായിട്ട് കാണുന്നില്ല. അപ്പോൾ താങ്കളോട് പറയാനുള്ള ബുദ്ധിമുട്ടായിരുന്നു, അതോ നിലം തൊടാത്ത സംഭവം താങ്കൾ കഴക്കൂട്ടത്തേക്ക് മടങ്ങട്ടെ എന്ന് സർക്കാർ വിചാരിച്ചതാണോ? അതിനകത്തുള്ള കാര്യം, ആ സമയത്ത് ഈ IFFK 30ാമത് IFFKയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. അക്കാദമിയുടെ മറ്റ് പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ സംസ്ഥാന ഫിലിം അവാർഡിന്റെ നിർണയം നടക്കുന്നു. ആ ഫിലിം അവാർഡ്, അതുപോലെ സിനിമാ നയ രൂപീകരണത്തിന്റെ ചർച്ചകൾ, കോൺക്ലേവ്, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസം എന്ത് സ്വാഭാവിക നടപടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവിടെ നിന്ന് പുറത്താക്കി. തലേ ദിവസം എന്ത് അടിയന്തര സാഹചര്യമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്? പിന്നെ അങ്ങനെ പുറത്താക്കിയതൊക്കെ അവരുടെ തീരുമാനമാണ്. അതിനൊന്നും എനിക്കൊരു പരാതിയോ പരിഭവമോ ഇല്ല. പക്ഷെ പുറത്താക്കുമ്പോ അതൊന്ന് പറയണ്ടേ? പത്രങ്ങളിലൂടെ, മാധ്യമങ്ങളിലൂടെയാണോ ഞാൻ അറിയേണ്ടത്? അത്രയും തീരെ ഒരു ഗതികെട്ട അവസ്ഥയിലുള്ള ഒരാളാണോ ഞാൻ? ഞാനൊന്നില്ലെങ്കിലും 10-30 വർഷമായിട്ട് സിനിമാ മേഖലയിലൊക്കെയുള്ള എൻ്റെ ഒരു ഇതില്ലേ. അപ്പൊ അങ്ങനെ ഒരാളെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ അതിനൊരു മാന്യതയില്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമുക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു ജോലിക്ക് വരുന്ന ഒരാള്, അയാള് നാളെ മുതൽ വരണ്ടെങ്കിൽ നമ്മൾ ഇന്ന് അയാളോട് പറയില്ലേ നാളെ മുതൽ വരണ്ട, എന്തെങ്കിലും പണി കൊള്ളാം, നാളെ മുതൽ നിർത്തിക്കോളൂ, അങ്ങനെ പറയാം, നാളെ മുതൽ വരണ്ട, എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ പ്രേംകുമാർ, ഈ ആശാ വർക്കേഴ്സിനെ കുറിച്ച് പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായം അറം പറ്റിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് എന്റെ കാരണം. ഇപ്പോഴും ആ നിലപാടിലാണോ? വേറെ ഒരു കാര്യവുമില്ലല്ലോ. അത് സർക്കാരിനെ ഞാൻ ഒരിക്കലും വിമർശിച്ചിട്ടില്ല, പാർട്ടിയെ വിമർശിച്ചിട്ടില്ല. ഞാൻ 10-35 വർഷമായിട്ട് ഒരു സ്ഥാനമാനങ്ങളുമില്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ ആ നയങ്ങളുമായിട്ട് യോജിച്ച് നിന്ന ഒരാളാണ്. ഇടതുപക്ഷ ആശയങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട്. ചേട്ടൻ അറിയായിരിക്കുമല്ലോ, എന്റെ ആദ്യ സിനിമ എനിക്കറിയാം. പ്രേംകുമാർ, ഞാൻ ചോദിക്കട്ടെ, അതായത് താങ്കളെ മാറ്റിയെന്ന് മനസ്സിലായതിനു ശേഷം താങ്കൾ സർക്കാരിലുള്ള നമ്മുടെ സിനിമാ മന്ത്രി ഉൾപ്പെടെ ആരുമായിട്ടെങ്കിലും ഈ കാര്യം ചോദിച്ചിരുന്നോ? എന്തുകൊണ്ട് നിങ്ങൾ 6 മാസക്കാലം അവിടെ നിന്ന് തന്നെ പുറത്താക്കിയതിനു ശേഷം കൊച്ചിയിൽ നടന്ന സാംസ്കാരിക സംഗമം ഉൾപ്പെടെ അതിന്റെ ഒരു തുടക്ക ചർച്ചയിലാണ് ഞാൻ ഈ ആശാസമരം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഗവൺമെന്റിന് നാണക്കേടാകും എന്ന് പറഞ്ഞത്. അതൊരു മോശമാണ് എന്ന് പറഞ്ഞത് അവസാനിപ്പിക്കണമെന്ന്. ആ സമരത്തോട് പിന്തുണയോ ഐക്യദാർഢ്യമോ ഒന്നും പറഞ്ഞ് പൊതുവേദികൾ സംസാരിച്ചതൊന്നുമല്ല. വളരെ അനൗപചാരികമായ ഒരു ഇതില് നമ്മൾ MA ബേബി സഖാവും സജി ചെറിയാൻ നമ്മുടെ മന്ത്രിയും ഒക്കെ ഉള്ള ഒരു സംസ്കാര വകുപ്പിലെ കുറെ ആൾക്കാരുടെ ഒരു മീറ്റിംഗിൽ, ഒരു അനൗപചാരിക മീറ്റിംഗിൽ സംസാരിച്ച ഒരു കാര്യമാണത്. ഓക്കെ, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ പ്രേംകുമാർ, ഇപ്പോഴും വളരെ സജീവമായി നടക്കുന്ന ഒരു ചർച്ച, താങ്കൾ UDF സ്ഥാനാർത്ഥിയെ കഴക്കൂട്ടത്ത് മത്സരിക്കും എന്നുള്ള രീതിയിലാണ്. UDF അങ്ങനെ ഓഫർ വെച്ചാൽ താങ്കൾ സ്വീകരിക്കുമോ? അല്ല, ഈ പുറത്താക്കിയതിനു ശേഷം 6 മാസക്കാലം ഇവരാരും എന്നോട് ഒന്നും സംസാരിച്ചിട്ടില്ല. കൊച്ചിയിൽ നടന്ന സാംസ്കാരിക സംഗമം ഉൾപ്പെടെ എന്നെ അറിയിച്ചിട്ടില്ല, എന്നെ ക്ഷണിച്ചിട്ടില്ല.
അങ്ങനെ ഒരു ഇൻഫോർമേഷനും ഇല്ല. സിനിമാ നയ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും എന്നെ അറിയിച്ചിട്ടില്ല. അല്ല, പ്രേംകുമാർ ഈ UDF സ്ഥാനാർത്ഥി അല്ല UDF നേതാക്കന്മാരുമായി ചർച്ച തുടങ്ങി എന്ന വാർത്തകൾ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ? എല്ലാ വിഭാഗം രാഷ്ട്രീയ പൊതുപ്രവർത്തകരുമായിട്ടും എനിക്ക് ഏറ്റവും നല്ല സൗഹൃദമാണ്. ഞാൻ ജനപക്ഷത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ്. കാടടച്ച് വെടിവെക്കുക. ഞാൻ എന്റെ ചോദ്യം അതല്ല, UDF നേതാക്കന്മാരുമായി ചർച്ച നടത്തിയോ? യെസ് ഓർ നോ? വിളിക്കുന്നുണ്ട്. ചില നേതാക്കളെ വിളിച്ചിരുന്നു. പ്രേംകുമാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ടുണ്ടാവുമോ? അതൊന്നും ഞാൻ ഒരിക്കലും ഒരു തീരുമാനമെടുത്ത് ജീവിക്കുന്ന ഒരാളൊന്നുമില്ല. എനിക്ക് നേരത്തെ ഒന്ന് അറിയാൻ വേണ്ടിയാ കഴക്കൂട്ടത്ത് ഉണ്ടാകുമോ അങ്ങനെ? കാരണം അങ്ങനെയാണ് നമ്മുടെ വാർത്തയിലൊക്കെ പറയേണ്ടത് നമുക്ക്. അതാണ്. അങ്ങനെയൊന്നും ഒരു ചർച്ചയും ഇതുവരെയും ആരുമായിട്ടും നടത്തിയിട്ടില്ല, ഒന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പ്രേംകുമാറിന്റെ മനസ്സൊരു മത്സരത്തിന്, പ്രത്യേകിച്ച് ഒരു UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള ഒരു അവസ്ഥയിലായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റുന്ന ഒരാളായിട്ട് ഞാൻ എന്നെ കുറിച്ചൊരു വിലയിരുത്തൽ എനിക്കില്ല. അങ്ങനെ ഒരു മനസ്സ് ഇപ്പോഴും എനിക്കില്ല. അപ്പൊ അവര് ഓഫർ ചെയ്താൽ അതെനിക്ക് പറയാൻ പറ്റും. UDF ഓഫർ ചെയ്താലോ? അതാണ് ഈ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നൊന്നും എനിക്കറിയില്ല. കാര്യം താങ്കൾക്കറിയാം, ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു നാടക ഇതുമായിട്ട് വരുമ്പോ എന്റെ അന്നത്തെ ഒരു മോഹവും അന്നിവിടെ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ഒരു ജോലി കിട്ടുകയായിരുന്നു. പക്ഷെ പിന്നീട് എന്റെ വഴികളൊക്കെ വേറെ തരത്തിൽ ദൈവനിശ്ചയപ്രകാരം ഇങ്ങനെ പോവുകയായിരുന്നു. സിനിമയിലായി മറ്റു പല ആഗ്രഹിച്ചതൊന്നുമല്ല. അപ്പോ നാളെ ഇപ്പൊ ചലച്ചിത്ര അക്കാദമിയുടെ ഈ സ്ഥാനത്തേക്ക് വന്നു. അതൊക്കെ ഒരു ദൈവനിശ്ചയം. നാളെ എന്താണെന്നൊന്നും എനിക്കിന്ന് പറയാൻ പറ്റൂല. നമുക്ക് നോക്കാം, കാത്തിരുന്ന്. മനസ്സിനൊരു ചെറിയ ചാഞ്ചാട്ടം ഉള്ളതുപോലെ എനിക്ക് അനുഭവപ്പെടുന്നു. എന്ത് ചാഞ്ചാട്ടം? അതായത് വേണമെങ്കിൽ മത്സരിച്ചാലും കുഴപ്പമില്ല, അത് UDF കാൻഡിഡേറ്റ് ആയാലും കുഴപ്പമില്ല. നാളത്തെ കാര്യം ഞാൻ പറയാം. പക്ഷെ എന്നോട് കാണിച്ചത് ഏറ്റവും വലിയ ഒരു അവഗണനയോ അനീതിയോ അല്ലെങ്കിൽ ഇരട്ടനീതി. ഞാനിതൊക്കെ മറന്നിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ മറക്കാൻ ശ്രമിച്ച ആളാണ്. ഇപ്പൊ ഈ സച്ചിദാനന്ദൻ മാഷിന്റെ ഈ സാഹിത്യ അക്കാദമിയിലെ തുടർന്നുകൊണ്ട് ജർമ്മൻ സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അദ്ദേഹം ഗവൺമെന്റിനെ നിശിതമായി വിമർശിക്കുന്നിട്ടും അദ്ദേഹത്തിന് ഒരു ഇതും വന്നിട്ടില്ല. അപ്പോ അതൊരു ഇരട്ടനീതിയായിട്ട് എനിക്ക് തോന്നി, അദ്ദേഹത്തോട് കാണിച്ചതും എന്നോട് കാണിച്ചത്. കാര്യം ഇപ്പൊ ഞാൻ സച്ചിദാനന്ദ മാഷുമായിട്ട് ഒരു താരതമ്യവും ഇല്ലാത്ത ആളാണ്. അദ്ദേഹം ഒരു മഹാപ്രതിഭയാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും സംസ്ഥാന സാഹിത്യ അക്കാദമിയും ഒരേ തുല്യ പരിഗണനയുള്ള, ഒരേ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളാണ്. അപ്പൊ ആ രണ്ട് സ്ഥാപനങ്ങളുടെയും ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന രണ്ടുപേർ എന്നുള്ള താരതമ്യം മാത്രമേ ഇരിക്കുള്ളൂ. ആ രണ്ടുപേരോട് കാണിച്ചത് രണ്ട് നീതിയാണ്. പിന്നെ മറ്റൊന്ന്, താങ്കളൊന്ന് ചോദിക്കണം, ഈ മന്ത്രിയോടുമൊക്കെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാംസ്കാരിക വകുപ്പിലെ മറ്റേതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഇങ്ങനെ സ്വാഭാവികമായി കാലാവധി കഴിഞ്ഞ ഉടനെ അത് പുനഃസംഘടിപ്പിച്ച് പുതിയ ചെയർമാനെ നിയമിച്ചിട്ടുള്ളതെന്ന് ചോദിക്കണം. സാഹിത്യ അക്കാദമിയിൽ പോലും അദ്ദേഹത്തിന്റെ ചുമതല കാലാവധി കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. സംഗീത നാടക അക്കാദമിയിൽ എത്രയോ കാലമായി. എനിക്ക് മനസ്സിലായി പ്രേംകുമാർ ഈ കാര്യത്തിൽ നല്ല വേദനയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ താങ്കളുടെ മുറിവുണക്കാൻ CPM തീരുമാനിക്കുകയാണെങ്കിൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും? ഇന്നലെ തന്നെ കടകംപള്ളി സുരേന്ദ്രൻ താങ്കളുടെ വീടിന്റെ വരാന്തയിൽ കഴക്കൂട്ടത്ത് വന്ന് കുറച്ചു നേരം നിന്നിട്ടാണ് പോയത്. താങ്കളെ ഫോണിൽ സംസാരിച്ചു എന്നും പറഞ്ഞു താങ്കളോട്. അപ്പോൾ പ്രേംകുമാർ അദ്ദേഹത്തോട് എന്താ പറഞ്ഞ കാര്യം? കടകംപള്ളി വളരെ പ്രതീക്ഷയോടെ ആയിരുന്നു കാറിൽ അവിടെ എത്തിയത്. നമ്മുടെ പ്രതിനിധി അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് അത് പ്രതിനിധിയുമായി സംസാരിക്കുകയും ചെയ്തു. പ്രേംകുമാർ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ. അല്ല, ഇപ്പൊ ഞാനൊന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് ഇങ്ങനെ ശാന്തമായിരിക്കും. ഞാനിപ്പോ കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്, അങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്ക് ചില ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, മറ്റൊരു തീരുമാനങ്ങളിലേക്കും ഇപ്പൊ വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ശ്രീണ ചേർന്ന് വിളിച്ച് പറയും. ഓക്കെ, താങ്ക് യു പ്രേംകുമാർ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.